കുഗ്രാമമേ കണ്ടോളൂ നിൻ ബ്രോ നമ്മളെ വീട്ടുകാരും നിങ്ങളെ വീട്ടുകാർ അപ്പുറത്ത് മതിൽ നിന്ന് നിങ്ങൾ ചെയ്യണം ശരിയല്ല. എടാ നീ ആദ്യം ആ വായി കിടക്കണ സാധനം തുപ്പ്. ബ്രോ നമ്മൾ രണ്ടുപേരും വീട്ടുകാരും മതിലിന്റെ അപ്പുറം നിന്ന് വഴക്കുണ്ടാക്കണത് ശരിയല്ല. എന്നാ പിന്നെ നീ മതിൽ ചാടി അവരുടെ തെങ്ങ് വരാൻ പറ. പക്ഷേ അതല്ല ബ്രോ, നമ്മുടെ രണ്ട് ഫ്യൂച്ചറിനെ ഇത് ബാധിക്കും. ഇത് എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം. അങ്ങനെയാണ് നിന്നെ ഞാനിങ്ങ് കെട്ടാം, അപ്പോഴവസാനിക്കും. ബ്രോ എന്താണ് പറയുന്നത്? അല്ലാതെ നിനക്ക് പെങ്ങളൊന്നുമില്ല, ഇതാകുമ്പോൾ നമ്മൾ ബന്ധുക്കളാവും. ഈ വഴക്കങ്ങ് നിൽക്കും. നിനക്കറിയാമോ, ഇത് കാരണം 4 പ്രപ്പോസലാണ് മുടങ്ങിയത്. ബ്രോ ഇത് തന്നെയാണ് എന്റെയും പ്രശ്നം. പെണ്ണിന്റെ വീട്ടുകാർ വന്ന അന്ന് തന്നെ നിങ്ങളെ പറമ്പിലെ തേങ്ങ എന്റെ പറമ്പിൽ. ഇതുപോലെ തന്നെ നിന്റെ ചക്ക നമ്മുടെ പറമ്പിൽ വീണപ്പം പെണ്ണിന്റെ വീട്ടിൽ താമസിച്ചിടുന്നതിന്റെ അതാളെ ചീറ്റപ്പുലി ഓടുന്ന കണക്കിനാണ് ഓടിപ്പോയി ചക്കയെ കെട്ടിപ്പിടിച്ചത്. ബ്രോ എന്നിട്ട് എന്തോന്നു ഫസ്റ്റ് തെറികൾ കേട്ടപ്പോൾ തന്നെ അവര് ചായട്ടിട്ട് ഓടി. ബ്രോ ഞാൻ ചോദിച്ച ചക്കയുടെ കാര്യമാണ്. പുര കത്തുമ്പോ തന്നെ നിനക്ക് ചക്ക വെട്ടണം അല്ലേടേ? അല്ല ബ്രോ, ഈ അടുത്ത കാലത്തൊന്നും എനിക്ക് വീട്ടിൽ നിന്ന് ചക്കപ്പഴം കിട്ടിയില്ല. അപ്പൊ നിനക്ക് ചക്കപ്പഴം കിട്ടാത്തതാണ് പ്രശ്നം, പെണ്ണ് കിട്ടാത്തതല്ല. അയ്യോ ബ്രോ, ശരിക്കും പ്രശ്നം അതാണ്. പിന്നെ ചക്ക ഒരു ക്യൂരിയോസിറ്റിക്ക് ചോദിച്ചെന്നേ ഉള്ളൂ. ചക്ക നമ്മൾ തിന്നട ഇറക്കുക, തേങ്ങ നമ്മൾ എടുത്ത്. ഇനി എടുത്തു നോക്ക്. എടുത്തോ? വെട്ടിഞ്ഞായി. ആരെ? എന്നെയാ? തെങ്ങിനെ മൂടോടെ വെട്ടും. എന്നാ ഞാൻ പ്ലാവനെ വേറോടെ വെട്ടും. അതവിടെ നിക്കട്ടറാ, എന്ത് ടേസ്റ്റ് എന്ന് പറയുമ്പോ അതിന്. ബ്രോ ബി സീരിയസ്. നമ്മൾ തന്നെ നമ്മളെ വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കണം. അതിനേക്കാൾ നാട് വിട്ടു പോയി ഊരും പേരും ഇല്ലാതെ ജീവിക്കണേന്ന്. നിന്റെയൊക്കെ വീട്ടുകാരോട് അടി തുടങ്ങി കേട്ടോ. എന്റെ ദൈവമേ, ചക്ക വീണ ഞാൻ എടുക്കുവേ. തേങ്ങ വേണോ ഞാൻ?